ഓണക്കാലം അടുത്തതോടെ വിപണിയിൽ അരിവില ഉയരുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം മറ്റ് സംസ്ഥാനങ്ങളിലെ നെൽവിലയിൽ ഉണ്ടായ വർധനവാണ് അരിവില കൂടാൻ പ്രധാനപ്പെട്ട കാരണം. എല്ലാത്തരം അരിക്കും 6 മുതൽ 8 രൂപ വരെയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. മുന്നറിയിപ്പില്ലാത്ത വൈദ്യുതി തടസ്സം, മഴയുടെ കുറവ് എന്നിവയും അരിയുടെ വില വർധനവിന് കാരണമായെന്നാണ് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത്. അരിയുടെ പ്രൊഡക്ഷൻ കുറവായതിൻ്റെ ബേസിലാണ് ശകലം ഒന്ന് വില മാറിയിട്ടുണ്ട്. ചെറിയ മാറ്റം, കിലോയ്ക്ക് 2 രൂപ 3 രൂപ മാറ്റം വന്നിട്ടുണ്ട്. ഒരാഴ്ച ആയതേ ഉള്ളൂ ഈ വില ഒരു ചെറിയ മാറ്റം പറഞ്ഞിട്ട്. ഇറങ്ങി വരുമ്പോഴത്തേക്കും ചെറിയ മാറ്റങ്ങൾ വരും വിലയ്ക്ക്. നെല്ലിൻ്റെ വില എന്തോ അവർ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ബേസിലാണ് വ്യത്യാസം വന്നത്. ജ്യോതിഷ് ജനാർദ്ദനൻ വിശദാംശങ്ങളും ചേരുകയാണ്. ജ്യോതിഷ്, മറ്റൊരു ഓണക്കാലം എത്തുമ്പോൾ അരിവില ഇങ്ങനെ റോക്കറ്റ് പോലെ ഉയരുകയാണ്. ഒരു ഉപഭോഗ സംസ്ഥാനമായ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അരി ഉൾപ്പെടെ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ വാങ്ങിയേ പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഓണക്കാലത്ത് തൊട്ടാപ്പൊള്ളുന്ന വിലയായിരിക്കുമോ അരിക്ക് ഉൾപ്പെടെ? ഗൗതം, തീർച്ചയായിട്ടും നമുക്കറിയാം പാല്, മുട്ടയ്ക്കെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വില കൂടി. അതിൻ്റെ കൂടെ തന്നെയാണ് അരിയുടെ വിലയും കുത്തനെ ഉയരുകയാണ്. കൈ പൊള്ളുന്നൊരു സാഹചര്യമാണ് ഈ ഓണക്കാലത്തും മലയാളികൾക്ക് ഉണ്ടാകുന്നത്. കാരണം അരി ഏറ്റവും കൂടുതൽ വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അതുപോലെ കർണാടക, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. അവിടുത്തെ പ്രൊഡക്ഷനിലുണ്ടായ കുറവാണ് ഈ വില വർധനയ്ക്ക് പ്രധാന കാരണമെന്നാണ് ഇപ്പോൾ വ്യാപാരികൾ പറയുന്നത്. ഈ കിലോയ്ക്ക് 5 രൂപ മുതൽ 10 രൂപ വരെയാണ് പല കടകളിലും കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇതിലും കൂടാൻ സാധ്യതയുണ്ട്. അതായത് ഓണത്തോടടുക്കുന്ന സമയത്ത് വില വർധനവ് 10-ലും കൂടാൻ സാധ്യതയുണ്ടെന്നാണ് വ്യാപാരികൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വില വർധനവാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ മട്ട, ജയ, അതുപോലെ തന്നെ സുരേഖയ്ക്കൊക്കെയാണ് വില വർധന ഏറ്റവും കൂടുതൽ ഉയർന്നിരിക്കുന്നത്. കൂടാതെ ബിരിയാണി അരിക്ക് വരെ വില കൂടിയിട്ടുണ്ട്. 120, 115 ആയിരുന്നത് 220ലേക്ക് ഉയർന്നു. അതുപോലെ തന്നെ പച്ചരിക്കൊക്കെ ആണെങ്കിൽ 50 രൂപയിൽ നിന്ന് 60 രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ട്. അങ്ങനെയാണ് വരും ദിവസങ്ങളിലും വില വർധന ഉണ്ടാകുമെന്നാണ് പറയുന്നത്. മാത്രമല്ല, വലിയ രീതിയിലുള്ള സംസ്ഥാനത്താണേലും പാലക്കാട് തുടങ്ങിയ കുട്ടനാടൊന്നും വലിയ രീതിയിലുള്ള കൃഷി നടക്കുന്നില്ല, നെൽകൃഷി നടന്നിട്ടില്ല ഇത്തവണ. അതുകൊണ്ട് തന്നെ വില വർധനവ് ഇനിയും ഉയരും എന്നാണ് ഇപ്പോൾ വ്യാപാരികൾ പറയുന്നത്. ജനങ്ങളോട് നമ്മൾ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എല്ലാത്തിനും വില കൂടുന്നു. ഇതിപ്പോൾ അരിയിലും വില കൂടുന്നൊരു സാഹചര്യമാണ്. വലിയ രീതിയിലുള്ള കൊള്ളയാണ് ഇപ്പോൾ നടക്കുന്നത്. മാത്രമല്ല, അരി പൂഴ്ത്തി വെക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടെന്നും ഇപ്പോൾ നമുക്ക് അന്വേഷണത്തിൽ പല കാര്യത്തിലും അറിയാൻ സാധിച്ചിട്ടുണ്ട്. കാരണം വില പൂഴ്ത്തി വെക്കുമ്പോൾ വില കൂടുതലായിട്ട് വിപണിയിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു വില വർധനവും ഉണ്ടാകുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണവും ഇപ്പോൾ സിവിൽ സപ്ലൈസ് ആരംഭിച്ചിട്ടുണ്ട്. അരിയുടെ വില അങ്ങനെ വല്ലാതെ വർദ്ധിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം, അതോടൊപ്പം തന്നെ വൈദ്യുതി ക്ഷാമം തുടങ്ങിയ വിഷയങ്ങളൊക്കെ അരിവില ഉയരാൻ കാരണമാകുന്നുണ്ട്. 5 രൂപ മുതൽ 8 രൂപ വരെയാണ് അരിക്ക് വില വർദ്ധിക്കുന്നത്. എല്ലാത്തരം അരികൾക്കും വില കൂടുകയാണ്. ജ്യോതിഷാണ് വിവരങ്ങൾ നൽകിയത്.